ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി അവാമി ലീഗിൻ്റെ അവരെ പുറത്താക്കിയതിനു ശേഷം താലിബാൻ്റെ രീതിയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പിന്തുടരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം താലിബാൻ എന്താണ് ചെയ്യുന്നത്, സ്ത്രീകളോട് പ്രത്യേകിച്ച് ആ രീതിയാണ് ഇപ്പോൾ സ്ത്രീകളോട് ഇവർ അവലംബിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബംഗ്ലാദേശ് താലിബാൻ്റെ പാത പിന്തുടരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ബംഗ്ലാദേശിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും താലിബാൻ്റെ ഉത്തരവ് ബംഗ്ലാദേശ് നടപ്പിലാക്കിയിട്ടുണ്ട്. ലഭിച്ച വിവരങ്ങളനുസരിച്ച് ബംഗ്ലാദേശ് ബാങ്ക് വനിതാ ജീവനക്കാർക്കായി ഒരു പുതിയ വസ്ത്രധാരണ രീതി നടപ്പിലാക്കിയിരിക്കുന്നു. അതിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് ബാങ്കാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നിരുന്നാലും ഇത് വളരെയധികം എതിർക്കപ്പെട്ടതിനാൽ ഇപ്പോൾ ബംഗ്ലാദേശ് ബാങ്കിന് ഈ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതായത് സ്ത്രീകൾക്ക് ഒരു വസ്ത്രധാരണം അവിടെ കൊടുത്തത്. എന്താണ് വസ്ത്രധാരണം എന്നറിയുമോ? പർദ്ദയിട്ട് വരണം. ഇതാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥകളായിട്ടുള്ള സ്ത്രീകൾ പർദ്ദയിട്ട് ഇനി വന്നാൽ മതി എന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ ഉത്തരവ്. വനിതാ ജീവനക്കാർക്കുള്ള നിയമങ്ങൾ അവിടെ അവർ നടപ്പിലാക്കുകയാണ്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് സ്ത്രീകൾ പ്രൊഫഷണലായിട്ടുള്ള വസ്ത്രം ഉപേക്ഷിക്കണം, മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം. ഏതാണ് ആ മാന്യമായിട്ടുള്ള വസ്ത്രം? സ്വാഭാവികമായിട്ടും പർദ്ദയാണ്. പർദ്ദയ്ക്ക് താഴെ വേറെ എന്തെങ്കിലും ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ ഇതിനെ ബിക്കിനിയുമായി താരതമ്യം ചെയ്യും. നിങ്ങൾക്ക് ബിക്കിനി ഇട്ട് വന്നുകൂടെ എന്നവർ താരതമ്യം ചെയ്ത് കളയും. അതുകൊണ്ട് പർദ്ദ ഇട്ട് വന്നാൽ മതി എന്നുള്ളതാണ് ഇവരുടെ മാന്യമായ വസ്ത്രം എന്ന് പറയുന്നത്. അതനുസരിച്ച് സ്ത്രീകൾ ലെഗിൻസ്, ഹാഫ് സ്ലീവ്, ഷോർട്ട് ഡ്രസ്സ് എന്നിവ ധരിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. സ്ത്രീകൾ സാരി, സൽവാർ സ്യൂട്ടുകൾ, ഒധാനി എന്നിവ ധരിക്കുന്നത് കുറയ്ക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലളിതമായിട്ടുള്ള വസ്ത്രം? പർദ്ദ തന്നെയാണ്. അല്ലാതെ എന്താണ് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല. വസ്ത്രങ്ങളുടെ നിറം പ്രൊഫഷണലും എളിമയുള്ളതുമായിരിക്കണം എന്ന് പറയുന്നു. എളിമയുള്ള വസ്ത്രം ഏതാണ്? പർദ്ദ, അല്ലാതെ വേറൊന്നുമല്ല. ഔപചാരിക സാൻഡലുകളോ ഷൂകളോ കൂടാതെ ഒരു മിതമായ ഹിജാബും സ്കാർഫും ധരിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. വനിതാ ജീവനക്കാരുമായി ബന്ധപ്പെട്ട 2003 ബംഗ്ലാദേശ് ബാങ്ക് സ്റ്റാഫ് റെഗുലേഷൻ്റെ സെക്ഷൻ 39 പാലിക്കേണ്ടത് നിർബന്ധമാണ് എന്നും അവർ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും ഈ നിയമങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓഫീസർ ഓർഡർ നിരീക്ഷിക്കുമെന്ന റിപ്പോർട്ട് വേറെ വന്നിട്ടുണ്ട്. അതായത് ലൈംഗിക പീഡന പരാതി 30 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് നൽകണമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ബംഗ്ലാദേശ് ബാങ്കുകളിൽ നടക്കുന്ന ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ ഓഫീസിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ജീവനക്കാർ കർശനമായി പാലിക്കണം. ഓരോ ഓഫീസ് വകുപ്പുകളിലെയും പ്രോജക്റ്റിലെയും യൂണിറ്റിൻ്റെയും ഒരു ഉദ്യോഗസ്ഥന് ഈ നിർദ്ദേശം പാലിക്കാനുള്ള ഉത്തരവാദിത്തം നൽകും. ഏത് വിവരവും വകുപ്പ് മേധാവിക്ക് നൽകും. ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ജനങ്ങളുടെ എതിർപ്പുണ്ട്. ഈ നിയമം വന്നതോടെ ആളുകൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ബംഗ്ലാദേശ് ബാങ്ക് മാനേജറെ ടാഗ് ചെയ്യാനും മാന്യവും പ്രൊഫഷണലുമായിട്ടുള്ള വസ്ത്രങ്ങളുടെ നിർവചനം വിശദീകരിക്കാൻ തുടങ്ങി. എന്താണ് ഈ നിർവചനം? നിങ്ങളെ മാന്യമായിട്ടുള്ള വസ്ത്രത്തിൻ്റെ നിർവചനം എന്താണ്? ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് അവർ പറയുന്നത്. പലരും അതിനെ താലിബാൻ ഉത്തരവുകളുമായി താരതമ്യപ്പെടുത്തിയതിനാൽ ബംഗ്ലാദേശ് ബാങ്കിന് അതിൻ്റെ നിർദ്ദേശം പിൻവലിക്കേണ്ടി വന്നു. ഈ ഉത്തരവിനെ എതിർത്ത് എക്സിലെ ഒരു ഉപയോക്താവ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാമിക അജണ്ട പ്രകാരം ബംഗ്ലാദേശ് ബാങ്കിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് ഷോർട്ട് സ്ലീവുകളും ലെഗിൻസുകളും ധരിക്കാൻ കഴിയില്ല. പക്ഷേ ബംഗ്ലാദേശ് ബാങ്ക് ഗവർണറുടെ മകൾക്ക് ഇഷ്ടമുള്ളതെന്തും ധരിക്കാം. അതിനു പുറമെ മറ്റൊരു ഉപയോക്താവ് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇത്തരത്തിലാണ്: പുതിയ താലിബാൻ കാലഘട്ടത്തിൽ ഒരു ജാഗ്രത സ്വേച്ഛാധിപതിയുടെ ഭരണമാണിത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ബംഗ്ലാദേശിൽ ഈ വിഷയം ചളകുളമായി. അതോടുകൂടി കയ്യാങ്കളിക്കൊന്നും നിന്നില്ല. കാരണം തുടക്കത്തിൽ ഒന്ന് ഇട്ട് നോക്കിയതാണ് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന്. ഭൂരിഭാഗം ജനങ്ങളും എതിരായതുകൊണ്ട് തന്നെ പതുക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ബംഗ്ലാദേശ് അത് പിൻവലിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വിവാദങ്ങളെ തുടർന്ന് ഈ തീരുമാനം മാറ്റിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.